ഈ കപ്പൽ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ തീരത്ത് നിന്ന് 70 കിലോമീറ്റർ, അതായത് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത് സമുദ്ര അതിർത്തി 20 നോട്ടിക്കൽ മൈലിൽ തീരുന്നതാണ്. അപ്പോൾ അതിന് പുറത്താണ്. എന്നിരുന്നാലും അവിടെ എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് തീരത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ വരുന്നുമുണ്ട്. ഒന്നാമത്, വളരെ ദൂരെ കടലിൽ അപകടം നടന്നിരിക്കുന്നു. അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപ്തി, അതിലുള്ള വെള്ളത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 264 മില്യൺ, അതായത് 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്ററാണ്. ക്യൂബിക് മീറ്ററല്ല, ക്യൂബിക് കിലോമീറ്ററാണ്. നമുക്ക് സങ്കല്പിക്കാൻ, നമ്മുടെ മനസ്സിനകത്ത് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും മുകളിലാണ് ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൽ ഒരു കപ്പലപകടം നടക്കുമ്പോൾ, ചരക്ക് കപ്പലപകടം നടക്കുമ്പോൾ വരാൻ സാധ്യതയുള്ളത്, ഒന്ന്, കപ്പലിൽ നിന്നുള്ള ഓയിൽ സ്പില്ല്. 450 ടൺ എണ്ണ അതിനകത്തുണ്ട് എന്ന് ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അതിലേകദേശം 88 ടണ്ണോളം ഡീസലും ബാക്കി ഫർണസ് ഓയിലുമാണ്. ഇത് കടലിൽ കലർന്നാലുള്ള അപകടം, പാരിസ്ഥിതിക ദോഷം എന്താണ് എന്നുള്ളതാണ്. ശരിയാണ്, എണ്ണ പടർന്നാൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകും. അതിലുള്ള കടലിലുള്ള മറൈൻ ജീവജാലങ്ങൾക്ക് അത് അപകടമുണ്ടാക്കും, മത്സ്യങ്ങൾക്ക് പ്രശ്നമാണ്. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു അളവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് കായം കലക്കിയതുപോലെ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പറയുമ്പോൾ അതിൽ വളരെ ചെറിയൊരു അംശം. ഇതിൻ്റെ എത്രയോ ഇരട്ടി, 1000 ഇരട്ടിയാണ് കുവൈറ്റ് യുദ്ധകാലത്ത് ഗൾഫിനകത്തുള്ള ഗൾഫ് സീയിലോട്ട് ഇറാഖിലെ പട്ടാളത്തുകാർ തുറന്നു വിട്ടത്. അപ്പോൾ അതെല്ലാം കുറേയേറെ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഇൻ്റർനാഷണൽ ഏജൻസീസൊക്കെ അതിൽ ഇടപെട്ടു. അതേപോലെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇതുപോലെയുള്ള റിസർച്ച് സ്ഥാപനങ്ങളെല്ലാം കൂടെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ സ്പില്ല് മാറ്റാനുള്ള ശ്രമം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതാണ് പറയുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒന്നുണ്ടാവും. 2, ഇതിനകത്ത് കാർബൈഡുള്ള പിന്നീട് 12ഓളം കണ്ടെയ്നർ 13ഓളം കണ്ടെയ്നർ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. കാൽഷ്യം കാർബൈഡിൻ്റെ പ്രത്യേകത എന്താണ്? അത് വെള്ളം അതിൽ കാൽഷ്യം കാർബൈഡിൽ ചേർന്ന് കഴിഞ്ഞാൽ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിൽ അസറ്റിലീൻ ഗ്യാസ് ഉണ്ടാവും. അസറ്റിലീൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെയിമബിൾ ഗ്യാസാണ്. നമ്മൾ ഓക്സി അസറ്റിലീൻ ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുമ്പെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, മെറ്റൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹൈലി ഇൻഫ്ലെയിമബിളാണ്. ആ ഇൻഫ്ലെയിമബിളായിട്ടുള്ള അതിൽ ഇപ്പോൾ വെള്ളത്തിൽ വീണു, അസറ്റിലീൻ ഗ്യാസ് ഉണ്ടായി, അവിടെ ഏതെങ്കിലും തരത്തിൽ സ്പാർക്ക് ഉണ്ടായാൽ ഒരു അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 12 കണ്ടെയ്നർ കടലിൽ ഒരു സ്പാർക്ക് ഉണ്ടായി ഒരു വലിയൊരു തീ കൊണ്ടൊരു അപകടമുണ്ടാവുമെന്ന് നമുക്ക് കരുതണ്ട. രണ്ടാമത്തെ കാര്യം, മൺസൂൺ കാലമാണ്. നമുക്ക് ഓരോ മിനിറ്റും, അതായത് ഓരോ സമയം ഇടമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അപകടം നമുക്ക് തീരത്തുള്ളവർക്ക് നമുക്കൊരു ആശങ്ക വരേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് മാലിന്യം കരുനാഗപ്പള്ളി ഭാഗത്തും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശങ്ങളിലും അടിഞ്ഞു. അതെത്രയാണ്? അത് ഏകദേശം 46 കണ്ടെയ്നർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് എന്ന് പറയുന്നു. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, പ്ലാസ്റ്റിക് മാലിന്യം കുറച്ചായിരുന്നാലും മാലിന്യം തന്നെയാണ്, അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും. പക്ഷേ മദിരാശിയിലെ കൂവം നദി ഒരു വർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൊണ്ട് തള്ളുന്നത് 70,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ്. 70,000 ടൺ. സമുദ്രം അതിനെയൊക്കെ നിർവീര്യമാക്കി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ സമുദ്രം ഇങ്ങനെ ശാന്തമായി കിടക്കുകയാണ്. ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത്രത്തോളം അതിലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പം അങ്ങയുടെ നിരീക്ഷണം ഇപ്പം എന്തായാലും വളരെ സുരക്ഷിതമാണ്. ഇനിയിപ്പോൾ ഇന്ധന ചോർച്ച ഉണ്ടായാൽ പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും അവിടെ സാധ്യതയില്ല എന്നാണ് അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് വെച്ചാൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ മാത്രം.